കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും 4ാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ നിന്ന് കുറച്ചധികം പ്രവർത്തനങ്ങൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണവ? മറക്കാത്ത മഴക്കാലം, ചിത്രം വരയ്ക്കാം, ശേഖരിക്കൂ, ചൊല്ലി രസിക്കൂ എന്നീ 3 പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിലുള്ളവയാണ്. കൂടാതെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുവാൻ നിങ്ങളോട് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടയില്ലാത്തവർ എന്നതിൻ്റെ ആസ്വാദനക്കുറിപ്പ് കൂടി തയ്യാറാക്കണം. ആകെ കൂടി 4 പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. എങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? മറക്കാത്ത മഴക്കാലം. മഴക്കാലത്തെക്കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിന്നറിഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം ഓർമ്മിച്ചെഴുതൂ. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും മഴക്കാലത്ത് അഥവാ ഈ സമയത്ത് ജൂൺ ജൂലൈ സമയത്തൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ആ അനുഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സങ്കടകരമായതോ സന്തോഷകരമായതോ എഴുതാം. ഞാനിവിടെ അതിനൊരു മാതൃക മാത്രമാണ് കാണിക്കുന്നത്. കൂട്ടുകാർക്ക് അതൊന്നും നോക്കി എഴുതാം, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും എഴുതാം. നമ്മൾ എഴുതുവാൻ പോകുന്ന ഓർമ്മക്കുറിപ്പിന് നല്ലൊരു പേരിടണം. എൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേരാണ് മാടി വിളിക്കും മഴവില്ല്. ഒരു ദിവസം നല്ല ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അമ്മ കാണാതെ ഞാനും എൻ്റെ അനിയനും പുറത്തിറങ്ങി. നല്ല മഴ. ആദ്യമായിട്ടാണ് എൻ്റെ അനിയൻ മഴയത്ത് കളിക്കുന്നത്. നമ്മൾ ഒരുപാട് നേരം മഴയത്ത് കളിച്ചു. കിട്ടിയ അവസരം മുതലെടുക്കുക തന്നെ ചെയ്തു. അപ്പോഴാണ് ഉറങ്ങിക്കിടന്ന അമ്മ എഴുന്നേറ്റത്. ഉടനെ ഞങ്ങളെ മഴയത്ത് നിന്ന് മാറ്റി നിർത്തി കുളിപ്പിച്ചു. എന്നിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്കും അനിയനും പനി പിടിക്കുമെന്നാണ് അമ്മയുടെ പേടി. എനിക്ക് സങ്കടമായി. മഴയൊക്കെ പോയി. അപ്പോഴുണ്ട് അകത്ത് നിന്ന് എന്നെ അമ്മ വിളിക്കുന്നു. അമ്മയുടെ കൂടെ അനിയനുമുണ്ട്. എന്താ കാര്യമെന്ന് നോക്കുവാൻ ഞാനും പുറത്തു ചെന്നു. അപ്പോഴതാ ആകാശത്ത് 7 നിറത്തിൽ മഴവില്ല്. അത് എന്നെ മാടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അടുത്ത പ്രവർത്തനം ചിത്രം വരയ്ക്കാം. പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴെയായി പോണാരേ. ഈ വരികൾ വായിക്കുമ്പോൾ മനസ്സിലൊരു മനോഹര ദൃശ്യം ഓടിയെത്തുന്നില്ലേ? അതൊന്ന് ചിത്രീകരിച്ചാലോ? എന്ത് ചിത്രമാണ് നിങ്ങൾക്ക് മുൻപിൽ ഓടിയെത്തുന്നത്? ഞാനൊന്ന് പറയട്ടെ. ചില കുട്ടികൾ കുടയുമായിട്ട്, പല നിറത്തിലുള്ള കുടയുമായിട്ട് പോകുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാനത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് കൂട്ടുകാർക്ക് കാണിച്ചു തരാം. നോക്കൂ കൂട്ടുകാരെ, ഇതുപോലെ തന്നെയല്ലേ കൂട്ടുകാരുടെ മനസ്സിലുമുള്ളത്? ഇത് നോക്കിയിട്ട് കൂട്ടുകാർക്ക് ആ ചിത്രം വരയ്ക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം ശേഖരിക്കൂ, ചൊല്ലി രസിക്കൂ. മഴയെ വർണ്ണിക്കുന്ന കവിതകൾ ശേഖരിച്ചു ചൊല്ലാം. എൻ്റെ കവിതാ പുസ്തകത്തിൽ ചേർക്കാം. കൂട്ടുകാരെ, ഞാനിവിടെ ചില മഴ കവിതകൾ തരാം. കൂട്ടുകാർക്കത് എഴുതിയെടുക്കാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. ആദ്യം തന്നെ കൊന്നുണ്ണി മാഷിൻ്റെ പെയ്യട്ടെ എന്നൊരു ചെറിയ കവിത. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരുകുടമെന്ന മഴ, കൊള്ളാമിമ്മഴ കൊള്ളരുതിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. അടുത്ത കവിത ONV കുറുപ്പിൻ്റേത് തന്നെയാണ്, മഴ എന്ന കവിത. കൊട്ടിപ്പാടുന്നു മഴ, നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ, പുസ്തകം പൊതിച്ചോറും കുടയായൊരു തൂഷനിലയും, അതുകൊത്തി കുടയുന്നവോ മഴക്കാറ്റിൻ്റെ കാക്കക്കൂട്ടം. കുപ്പായം കുതിർന്നൊട്ടിച്ചേർന്ന് തന്നുടൽ കാൺകെ, കുട്ടിക്കു നാണം മഴ നഗ്നനാക്കിയോ തന്നെ. വഴിയിൽ പൊതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി. അടുത്ത കവിത വൈലോപ്പിള്ളിയുടെ കാറ്റും മഴയും കഥയും എന്ന കവിതയാണ്. കാറ്റും മഴയും ഒരാഘോഷം, വീട്ടിലെനിക്കത് സന്തോഷം, അകലെക്കാഴ്ചകൾ മറവായി, പുക പോലെങ്ങും നീരാവി. കാറ്റടി വീട്ടിൽ കയറാതെ കതകുമടച്ചു വലിയമ്മ, കാപ്പി തരാനുണ്ടെന്നമ്മ, കഥ പറയാനുണ്ടമ്മൂമ്മ. കഥ പറയാം ഞാൻ കുട്ടികളെ, അതിനു മൂളാൻ ആരാരോ, മൂളാം ഞങ്ങളതിൽ തന്നെ മുഴുകിയുറങ്ങിപ്പോയാലോ. കതകിനു മുട്ടി ചെവി പാർക്കും കാറ്റും മഴയും മൂളൂലോ. വൈലോപ്പിള്ളിയുടെ മനോഹരമായ ഒരു കവിതയാണിത്. ഇനിയാണ് നമ്മുടെ അവസാനത്തെ പ്രവർത്തനം.
ആസ്വാദനക്കുറിപ്പ്. എന്താണ് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഇത് എഴുതിയ കവിയെക്കുറിച്ച് പരാമർശിക്കുന്നു, പിന്നെ കവിതയുടെ ആശയം, പിന്നെ ഇഷ്ടപ്പെട്ട വരി, പിന്നെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, പിന്നെയുള്ളത് പ്രയോഗങ്ങൾ അതൊക്കെ ചേർക്കാം, പിന്നെ അതിനൊരു എൻഡിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അതിൽ ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നേരെ ആസ്വാദനക്കുറിപ്പൊന്ന് വായിച്ചു നോക്കാം. ONV കുറുപ്പിൻ്റെ മനോഹരമായൊരു മഴക്കവിതയാണ് കുടയില്ലാത്തവർ. പള്ളിക്കൂടം തുറക്കുന്നേരം മഴയും എത്തുന്നു. വേനലവധിക്കാലത്തോടൊപ്പം എല്ലാ ആഘോഷങ്ങളും പോയി മറയുന്നു. പുതുമഴ പെയ്യുന്നു. പുതുമണ്ണിൻ്റെ മണം എങ്ങും പരക്കുന്നു. മഴവെള്ളത്തിലൂടെ വർണ്ണക്കുടകളുമായി പൊടിമീനുകൾ പോലെ ആർത്തുല്ലസിച്ചു പോകുന്ന കുട്ടികളെ കാണുമ്പോൾ തൻ്റെ ബാല്യം ഓർക്കുകയാണ് കവി. കുടയില്ലാനിട്ട് വാഴയില വെട്ടി നനയാതെയെങ്കിലും നനഞ്ഞിട്ട് പോകുന്ന കവിയെ നനയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുടയിലേക്ക് ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിൻ്റെ മണം പരത്തുന്ന കുഞ്ഞു പെങ്ങളെ കവി ഓർക്കുന്നു. ആ കുഞ്ഞു പെങ്ങൾ അന്ന് നൽകിയ സ്നേഹം എന്നും തൻ്റെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കവി. ഈ കവിതയിൽ ഒരുപാട് പ്രയോഗങ്ങൾ കവി ഉപയോഗിച്ചിട്ടുണ്ട്. പൊടിമീനിൻ നിര പോലാം കൂട്ടുകാർ, നനയാതെയാകെ നനഞ്ഞു പോമി തുടങ്ങിയവ. കുടയില്ലാത്തവർ എന്ന കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ കുതിരുന്നു ഞാനാ മഴയിലല്ല, ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ എന്നതാണ്. എനിക്ക് ഈ കവിത വളരെയധികം ഇഷ്ടമായി. കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.